അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫലത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടച്ചവരുടെയും മാർഗത്തിലേക്ക് ഞങ്ങളെ കടത്തിവിടല്ലേ. അൽഹംദുലില്ലാഹ്. ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാദ്വലങ്ങളിൽ സുഖിക്കുന്നല്ലയോ മക്കാസുന്ദരി, മക്കാദേശമേ. നിനക്കായിട്ട് പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ഉയർത്തി കാണിച്ച് ധീരനാണ് ഉമർ ബിൻ അൽ ഖത്താബ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ഖലീഫ അബൂബക്കറിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹം ഇഹലോകവാസം അവസാനിപ്പിച്ചു. അതിനുശേഷം അധികാരത്തിൽ വരാൻ, അന്നത്തെ സാഹചര്യത്തിൽ അധികാരത്തിൽ വരാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാൾ, അന്നത്തെ സാഹചര്യത്തിൽ അന്നും അറേബ്യൻ ഉപദ്വീപിലും മദീന കേന്ദ്രമാക്കിയിട്ടുള്ള ഇസ്ലാമിക സാമ്രാജ്യത്തിലും ഒക്കെ അതിനെല്ലാം ചുറ്റും ശത്രുക്കൾ വളഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ആയതുകൊണ്ട് തന്നെ ദീനിൻ്റെ പ്രചാരണം മാത്രം നടത്താൻ കഴിവുള്ള ഒരാൾ പോരാ അധികാര സ്ഥാനത്തിരിക്കാൻ. ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ശേഷിയുള്ളൊരുവന് മാത്രമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഖലീഫയായിട്ടിരിക്കാൻ കഴിയും. അതിന് അന്നത്തെ സാഹചര്യത്തിൽ രണ്ടാമതൊരാളെ കാണാൻ കഴിയുമായിരുന്നില്ല. ഖലീഫ അബൂബക്കറിന് ശേഷം ഉമർ ബിൻ ഖത്താബ് തന്നെയാണ് എല്ലാം കൊണ്ടും അതിന് യോഗ്യൻ. അങ്ങനെ അദ്ദേഹം അധികാരത്തിൽ വന്നു. രണ്ടാമത്തെ ഖലീഫയായിട്ട് ഉമർ ബിൻ ഖത്താബ് അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള പല പരിഷ്കാരങ്ങളും നിയമനിർമ്മാണങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് കൊണ്ടുള്ള ചില തീർപ്പുകൾ, രാജ്യസംബന്ധിയായിട്ടുള്ള, രാജ്യസേവന സംബന്ധിയായിട്ടുള്ള, രാജ്യപുരോഗതി സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതിൽ അദ്ദേഹം എടുത്തു. അതിലൊന്ന് ഖലീദ് ബിൻ വലീദ്. അദ്ദേഹം നല്ലൊരു പോരാളിയാണ്, നല്ലൊരു സൈനികനാണ്, രാഷ്ട്രസേവകനാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ വലിയ വൈകല്യങ്ങൾ ഉമർ ദർശിച്ചിരുന്നു. ആയതുകൊണ്ട് തന്നെ ഖലീദിനെ വലിയ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അദ്ദേഹം വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, വലിയ സ്ഥാനത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വൈകല്യങ്ങൾ ഏതും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു പക്ഷക്കാരനായിരുന്നു ഉമർ ബിൻ ഖത്താബ്. പക്ഷേ ചില സാഹചര്യങ്ങളാൽ ഈ അഭിപ്രായം ഉമറിൻ്റെ അഭിപ്രായം അതേപടി സ്വീകരിക്കാൻ ഖലീഫ അബൂബക്കർക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖലീദ് ബിൻ വലീദിനെ, അദ്ദേഹത്തിന് ഏത് സ്ഥാനമാണോ പ്രവാചകൻ കൊടുത്തിട്ടുള്ളത്, ദൈവദൂതരെ കൊടുത്തിട്ടുള്ളത്, ആ സ്ഥാനത്ത് തന്നെ നിലനിർത്തി. കാരണം ഖലീദ് ബിൻ വലീദിന് ആ സ്ഥാനം കൊടുത്തിട്ടുള്ളത് ആരാണ്? പ്രവാചകനാണ്. ആ സ്ഥാനം എടുത്തു മാറ്റാൻ അതിനുള്ള അവകാശം എനിക്കില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഖലീഫ അബൂബക്കറിനുണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ രൂപത്തിലുള്ള വൈകല്യങ്ങളെ നമ്മൾ വലുതാക്കി കാണേണ്ടതില്ല എന്നാണ് ഉമറിനെ ഉപദേശിച്ചത്. ഏതായാലും ഉമറിന് അധികാരം കിട്ടിയ സമയത്ത് ഖലീദിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ആ അഭിപ്രായത്തിനനുസരിച്ചുള്ള നടപടി അദ്ദേഹം എടുത്തു. അദ്ദേഹത്തെ സൈനിക നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹം മാറ്റി. അതിന് പകരം ഖലീദ് ബിൻ വലീദിനെ സൈനിക നേതൃത്വത്തിൽ നിന്ന് മാറ്റിയിട്ട് അബൂ ഉബൈദയെ സൈനിക നേതൃത്വത്തിലേക്ക് ആനയിച്ചു. മുൻഗാമി, അതായത് ഖലീഫ അബൂബക്കറിൻ്റെ മരണവൃത്താന്തം
അത് അറിയിക്കുന്ന ഒരു കത്ത്, അതേ കത്തിൽ തന്നെ ഈ ഒരു കാര്യവും രേഖപ്പെടുത്തി വച്ചിരുന്നു. ആ കാലഘട്ടം വരെ അബൂ ഉബൈദ പതാകവാഹകനായിരുന്നു. ആ ഒരു സ്ഥാനത്ത് ധ്വജവാഹകൻ്റെ സ്ഥാനത്ത് ഖലീഫ ഉമർ ഖലീദ് ബിൻ വലീദിനെ നിശ്ചയിച്ചു. അങ്ങനെ ആ നിയമനോത്തരവ് നൽകിയിട്ട് അമീറുൽ മുഅ്മിനീൻ എഴുതി, സമ്പത്ത് മോഹിച്ചിട്ട് ഇസ്ലാമിൻ്റെ തത്വശാസ്ത്രത്തെയും മുസ്ലിങ്ങളെയും അതുവഴി മുസ്ലിങ്ങളെയും നാശത്തിലേക്ക് നയിക്കാൻ അനുവദിക്കില്ല. ഒരു രക്ഷാമാർഗം ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അവരെ എവിടേക്കും നിയോഗിക്കാൻ പാടില്ല. സംഘം ആയിട്ടല്ലാതെ സൈനിക നീക്കങ്ങൾ നടത്താൻ പാടില്ല. എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും മുസ്ലിങ്ങൾ വിപത്തിൽ പെടുന്ന സാഹചര്യം അത് വരാതിരിക്കാൻ വലിയ രീതിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു താങ്കളെ പരീക്ഷിക്കുകയാണ് എന്നിലൂടെ. താങ്കളിലൂടെ എന്നെയും പരീക്ഷിക്കുകയാണ് അള്ളാഹു. ഐഹിക നേട്ടങ്ങൾ, ഇഹലോക സംബന്ധിയായിട്ടുള്ള നേട്ടങ്ങൾ, കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന ഈ ലോകത്തിൽ നിന്നുള്ള നേട്ടങ്ങൾ, അതിന് നേരെ മാത്രം കണ്ണുകൾ അയച്ചുകൊണ്ട് തവൻ ചെയ്യരുത്. അതിൽ നിന്ന് കണ്ണ് പിന്തിരിയേണ്ടതുണ്ട്. മനസ്സിനെ അഗ്രവൽക്കരിക്കേണ്ടതുണ്ട്. മുൻഗാമികൾ പലരും നശിച്ച പ്രകാരം ആപത്തിലകപ്പെടുന്നതിന് സൂക്ഷിക്കേണ്ടതുണ്ട്. അവരുടെയൊക്കെ പതനം ഈ ലോകത്തിൻ്റെ വസ്തുവകകളെ സ്നേഹിച്ചവരുടെ പതനം എങ്ങനെയാണ് ഉണ്ടായത് നോക്കി നിങ്ങൾക്കറിയാമല്ലോ. ആദ്യം താങ്കൾ നേരിൽ കണ്ടതാണല്ലോ. ആ ഒരവസ്ഥ നിങ്ങൾക്കാർക്കും വരരുത്. ഇതായിരുന്നു ആ കത്തിൽ എഴുതിയിട്ടുള്ളത്. ഖലീദ് ബിൻ വലീദ് അന്ന് സിറിയയിലുള്ള സമരമുഖത്താണ്. അവിടെയുള്ള ശത്രുക്കളാകട്ടെ ഇവരെ കാണുമ്പോൾ തന്നെ പലായനം ചെയ്യുന്നവരോ സന്ധിക്ക് അപേക്ഷിക്കുന്നവരായിട്ടുള്ള ആളുകളല്ല. ശക്തരായിട്ടുള്ള ശത്രുക്കളാണ് അവിടെയുള്ളത്, സിറിയയിലുള്ളത്. അതുകൊണ്ട് അവരൊക്കെയും യുദ്ധസന്നാഹങ്ങളുടെ തിരക്കിലാണ് എല്ലാ സമയത്തും. റോമക്കാരാണ് ശത്രുക്കൾ. തങ്ങൾക്ക് നേരിടാനുള്ളത് കരുത്തരായിട്ടുള്ള റോമക്കാരാണ്. അനേക യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള സൈനിക നേതൃത്വം, വേണ്ടത്ര സാമ്പത്തികം, ആയുധശേഖരം, ആ ഒരു ബോധം മുസ്ലിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ അവരും സ്വയം ജാഗ്രതവൽക്കരിച്ചിട്ടാണ് നിൽപ്പ്. രണ്ട് വിഭാഗങ്ങളും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നതും കാത്തിരിപ്പാണ്, അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഉമർ ബിൻ ഖത്താബ് ഖലീഫയാകുന്നതും ഖലീദ് ബിൻ വലീദിനെ സേനാ നായകത്വത്തിൽ നിന്ന് മാറ്റുന്നതും. അത് പെട്ടെന്നുണ്ടാക്കിയൊരു തീരുമാനമായില്ലേ എന്ന് പലരും സംശയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കുന്ന ആപത്തുകളെ വിളിച്ചു വരുത്തില്ലേ എന്ന് സംശയിച്ചു. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു നേതൃത്വമാറ്റം മുസ്ലിം സേനാനികളുടെ ആത്മവീര്യം കെടുത്തിക്കളയുകയില്ലേ എന്ന് സംശയിച്ചു. അവർക്ക് ഇനി എന്തു ചെയ്യും എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായി പോവില്ലേ. ഒരുപാട് അഭ്യൂഹങ്ങൾക്കും സംശയങ്ങൾക്കും ഇത് ഇടം നൽകുകയില്ലേ. ഇങ്ങനെയുള്ള ചിന്തകൾ ഉയർന്നു വരിക സ്വാഭാവികമാണ്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് ഇതൊന്നും വലിയ കാര്യമാക്കി എടുത്തില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഉമറിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന നീതിബോധം,
കർക്കശമായിട്ടുള്ള സമീപന രീതി, അതിൻ്റെ മുൻപിൽ ഈ വക കാര്യങ്ങൾ മുഴുവൻ, ഇത്ര ആശയക്കുഴപ്പ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രസക്തിയില്ലാത്തതായിട്ട് മാറുകയായിരുന്നു. നേതൃസ്ഥാനത്ത് താൻ ഉണ്ടായിരിക്കണം, തൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, അത് അനിവാര്യമാണ് എന്നൊരു തോന്നൽ സമൂഹത്തിന് ഉണ്ട് എന്ന് ഖലീദ് ബിൻ വലീദ് വിശ്വസിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഉമർ ബിൻ ഖത്താബ് സംശയിച്ചു. അതിൽ കാര്യമുണ്ട്. തൻ്റെ വീഴ്ചകൾ അതിന് നേരെ കണ്ണടയ്ക്കാൻ നിയമം പോലും നിർബന്ധിതമാണെന്ന ധാരണ ഖലീദ് ബിൻ വലീദിനുണ്ടോ എന്ന് സംശയിക്കാൻ എന്നുള്ള സംശയം ഉമറിൻ്റെ അന്തർഭാഗത്ത് ശക്തി കൂടി വന്നു തുടങ്ങി. ആ സംശയത്തിന് ശക്തി കയറി തുടങ്ങി. ആയതുകൊണ്ട് ധാരണകൾ ശരിപ്പെടുത്തുക, പ്രത്യേകിച്ച് തെറ്റിദ്ധാരണകൾ ശരിപ്പെടുത്തുക, അതാണ് മറ്റെന്തിനേക്കാൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. അത് ഖലീദ് ബിൻ വലീദിൻ്റെ മാത്രമല്ല, സമൂഹത്തിൻ്റെയും. ഒന്നും ഇവിടെ അനിവാര്യമല്ല. അള്ളാഹു ഒഴികെ, ദീൻ ഒഴികെ, സത്യത്തിൻ്റെ സരണി ഒഴികെ, ബാക്കിയെല്ലാം വരും പോകും, അത്രമാത്രം. ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യം സംഭവിച്ചതാണ്. പ്രവാചകൻ്റെ ഇഹലോകവാസം വെടിയൽ. അതിനും അപ്പുറമൊന്നും വരാനില്ലല്ലോ. മറൂഹയുടെ മറുകരയിൽ വെച്ച് അബൂ ഉബൈദയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യത്തിന് പരാജയം സംഭവിക്കുകയുണ്ടായി. അങ്ങനെ പരാജയം സംഭവിച്ച സമയത്ത് ഖലീദ് ബിൻ വലീദിൻ്റെ അഭാവമാണ് അതിന് കാരണം. ഒരേ ഒരു കാരണമെന്ന് ത്വൽഹയെപ്പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള സ്വഹാബികൾ പോലും അത് പറഞ്ഞ് പരത്തുകയുണ്ടായിട്ടുണ്ട്. അങ്ങനൊരു ധാരണ എല്ലാവരിലും പടർന്നു കയറിയിട്ടുണ്ടായിരുന്നു എന്ന് സാരം. അതിനാൽ മഹത്തായിട്ടുള്ള ചില മാതൃകകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. എന്തൊരു കാര്യത്തിൻ്റെയും വിജയവും, സൂര്യൻ കിഴക്കുദിക്കുന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത്, മഴയുണ്ടാകുമെങ്കിൽ മഴവില്ലുണ്ടാകുമെങ്കിൽ, പൂക്കൾ വിടരുന്നുണ്ടെങ്കിൽ, വൃക്ഷങ്ങൾ പഴം തരുന്നുണ്ടെങ്കിൽ, പൂത്ത് തളിർത്ത് വളർന്ന് പടർന്ന് പന്തലിച്ച് നമുക്ക് ഫലങ്ങൾ തരുന്നുണ്ടെങ്കിൽ, അങ്ങേയറ്റം ജനിക്കുന്നുണ്ടെങ്കിൽ, മരിക്കുന്നുണ്ടെങ്കിൽ, ജീവിക്കുന്നുണ്ടെങ്കിൽ, അവസാനം യുദ്ധത്തിൽ ജയിക്കുന്നുണ്ടെങ്കിൽ, അതിവിടെ ഉള്ള സൃഷ്ടികളുടെ മഹത്വം കൊണ്ടല്ല, സ്രഷ്ടാവിൻ്റെ മഹത്വം കൊണ്ടാണ്. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വ്യക്തിയും ഇസ്ലാമിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഒരു വ്യക്തിയും അനിവാര്യമാണെന്ന് പറയരുത്. ഒരു വ്യക്തിയില്ലെങ്കിൽ ഇസ്ലാം അതോടുകൂടി ഒടുങ്ങുമെന്ന് പറയരുത്. ഒരു വ്യക്തിയാകുന്ന സ്തംഭത്തിന്മേൽ നിൽക്കുന്ന ഒരു വലിയ മന്ദിരമായിട്ട് മാറരുത് ഇസ്ലാം, ഏത് വ്യക്തിയാണെങ്കിൽ പോലും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രവാചകനായിട്ടുള്ള നബി തിരുമേനി ഇഹലോകവാസം വെടിഞ്ഞിട്ടും ഇവിടെ ഇസ്ലാം ഉണ്ടായിരുന്നു. ഇനിയൊരു പുതിയ ആൾ ഞാനില്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്നൊരു ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിനെ അപകടം ചെയ്യും, മുസ്ലിങ്ങളുടെ മനസ്സിനെ ഇളക്കം സംഭവിപ്പിക്കും. ആയതുകൊണ്ട് തന്നെ ഇവിടെ മഹത്തായിട്ടുള്ള മാതൃകകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഉന്നതരായിട്ടുള്ള ആളുകൾ, സൈനിക മേധാവികൾ, അവരിൽ നിന്ന് പോലും ഉണ്ടാകുന്ന നേരിയ വീഴ്ചകൾ പോലും മറ്റുള്ളവർക്ക് വീഴ്ചകൾ സംഭവിച്ചാൽ എന്ത് ശിക്ഷ കൊടുക്കുന്നു, ആ ശിക്ഷ ഇവർക്കും കൂടി ബാധകമാണെന്നുള്ള ആ ഒരു നില വരേണ്ടതുണ്ട്. അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ഉമർ ബിൻ ഖത്താബ് അങ്ങനെയാണ് ചിന്തിച്ചത്. അങ്ങനെ അദ്ദേഹം അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. കാരണം മറ്റുള്ളവരെ പോലെയല്ല. ആദ്യത്തെ 4 ഖലീഫമാർ നബി തിരുമേനിയുടെ ഒപ്പം കഴിഞ്ഞവരാ. എൻ്റെ മകള്
മോഷ്ടിച്ചാൽ അവളുടെ കൈയും ഞാൻ വെട്ടും എന്ന് പറഞ്ഞ ഒരു മഹാത്മാവിൻ്റെ മടിയിൽ തലവെച്ച് വളർന്നവരാ, കൊച്ചുകുട്ടികളുടെ പോലെ ഉമർ എല്ലാവരും. ആയതുകൊണ്ട് തന്നെ ഉമറിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഭരണാധികാരിയാണ് താനിപ്പോൾ. ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്ത മുസ്ലിം സമുദായത്തിനുള്ളിൽ പടർത്തേണ്ടത് സർവകാര്യങ്ങൾക്കും ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സർവവൃത്തികൾക്കും അടിസ്ഥാന കാരണം അല്ലാഹു ഒരുവൻ മാത്രമാണ്. സൃഷ്ടികളിൽ ഒരാളല്ല സ്രഷ്ടാവിൻ്റെ വിധാനങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ആരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൻ്റെ അത് ബാധ്യത കൂടിയാണ്. കാരണം എന്താണ്? താനിപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഖലീഫയാണ്. ഇതായിരുന്നു ഉമറിൻ്റെ ചിന്താഗതി. അൽഹംദുലില്ലാഹ്.